സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ പൊതിയും. നിന്നെ വിഷമിപ്പിക്കാനോ നിന്റെ വിശ്വാസത്തെ പരിഹസിക്കാനോ ശ്രമിക്കുന്ന ആർക്കെതിരെയും ഞാൻ നിനക്കുവേണ്ടി എഴുന്നേൽക്കും. അതുകൊണ്ട് നിഷേധാത്മകമായ ചിന്തകളെ അവഗണിക്കുക. പ്രശ്നങ്ങൾ നിന്നെ വളയുമ്പോൾ, തർക്കങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ എന്റെ അടുക്കൽ വന്ന് അല്പസമയം വിശ്രമിക്കൂ. എന്റെ സാന്നിധ്യത്തിൽ നിനക്ക് സമാധാനവും പ്രതീക്ഷയും ലഭിക്കും. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എന്റെ സംരക്ഷണയിലുള്ള നിന്നേക്കാൾ വലുതല്ല അവയൊന്നും. ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ ഈ കഷ്ടപ്പാടുകൾക്ക് കാരണം ഞാനല്ല. എന്നാൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു, എന്റെ ശക്തമായ കൈകളാൽ ഞാൻ നിന്നെ അതിൽ നിന്ന് കരകയറ്റും. നിനക്ക് താങ്ങാൻ കഴിയുന്നതിലുമധികം ഭാരം നീ ചുമക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിനക്ക് കഴിയാത്ത ഒരു വെല്ലുവിളിയും ഞാൻ നിനക്ക് തരില്ല. നീ ചുമക്കുന്ന ഭാരങ്ങളെ ഞാൻ എടുത്തുമാറ്റും. നീ ഏകാന്തതയോ സങ്കടമോ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഭാവി വളരെ ശോഭനമാണ്. അതുകൊണ്ട് ചിലർ നിന്റെ സന്തോഷം കവരാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഓർക്കുക, എങ്ങനെ പ്രതികരിക്കണം എന്നത് നിന്റെ തീരുമാനമാണ്. നിന്റെ വിശ്വാസം തടസ്സങ്ങളെ വെട്ടിമാറ്റുന്ന വാൾ പോലെയാണ്. നിഷേധാത്മകമായ ചിന്തകളെ നീ അനുവദിച്ചാൽ അവ നിന്നെ താഴേക്കു വലിച്ചിടും. എന്നാൽ നിന്റെ ജീവിതത്തിലും ഹൃദയത്തിലും എന്റെ ആത്മാവിനെ ഒന്നാമതായി പ്രതിഷ്ഠിച്ചാൽ നീ വിജയിക്കും. എന്റെ ഭാഗം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ നിന്നെ രക്ഷിച്ചു. നിനക്കായി ഒരു വിജയം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതുവരെ ചെയ്തതുപോലെ ശക്തമായി നിലനിൽക്കുക എന്നത് നിന്റെ കടമയാണ്. ശരിയായ സമയത്താണ് ഞാനിത് നിന്നോട് പറയുന്നത്. അത്ഭുതങ്ങൾ നിത്യവും സംഭവിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് നീ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇനി തിരിഞ്ഞു നോക്കരുത്. നീ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. നിന്റെ പഴയ പരിശ്രമങ്ങളും കണ്ണുനീരും പോരാട്ടങ്ങളും വെറുതെയാകാൻ അനുവദിക്കരുത്. ഇപ്പോൾ നിന്റെ കുടുംബം നിന്റെ പരിശ്രമങ്ങളെ വിലമതിക്കുന്നുണ്ടോ എന്നത് കാര്യമാക്കേണ്ട. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ വിശ്വാസവും തീരുമാനമെടുക്കാനുള്ള കഴിവുമാണ് ഉരുക്കിനേക്കാൾ ശക്തം. പരിശ്രമിക്കുക, ധൈര്യമായിരിക്കുക. പലരും അവരുടെ ലക്ഷ്യം ഉപേക്ഷിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്നു. എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊരു ഭാവിയാണ്. എന്റെ സാന്നിധ്യം നിന്നെ ചുറ്റി നിൽക്കുന്നു. എന്റെ ആത്മാവ് നിന്റെ ഭവനത്തിൽ വാഴുന്നു. ആകാശത്തിന്റെ കിളിവാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും നിന്റെ മേൽ വരും. അത് നിന്റെ ഭവനത്തിൽ സന്തോഷം നിറയ്ക്കും. എന്നിലേക്ക് തിരികെ വരുന്ന ഹൃദയങ്ങൾ ക്ഷമയും ഐക്യവും കണ്ടെത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഉത്കണ്ഠ വേണ്ട, കാരണം ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിനക്ക് ശക്തി നൽകും, നിന്നെ സഹായിക്കും, നിന്നെ ശക്തമായി താങ്ങും. സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ എന്റെ നന്മ നിന്റെ കുടുംബത്തിൽ കാണപ്പെടുകയും അത് നിന്റെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അയൽക്കാരിലേക്കും വ്യാപിക്കുകയും ചെയ്യും. അനേകർക്ക് സൗഖ്യം ലഭിക്കാൻ നീ ഒരു കാരണമായി മാറും. ഈ അത്ഭുതകരമായ യാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതിനാൽ ഓരോ പ്രഭാതത്തിലും എന്നെ കേൾക്കാനായി എന്റെ കൂടെ ചേരാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു.